ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ വിഷയം മൈഗ്രെയിൻ ആണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടാവും. മൈഗ്രെയിൻ, ചെന്നിക്കുത്ത്, കൊടിഞ്ഞി എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന തലവേദന. ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കാവുന്ന, 2-3 ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങളെ വേണമെങ്കിൽ തകർത്തേക്കാവുന്ന, നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു തലവേദനയാണ് മൈഗ്രെയിൻ. എന്നാൽ പറയത്തക്ക ജീവനഹാനിയാകാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ന്യൂറോളജിക്കൽ പ്രശ്നമാണ്, ഒരു തലവേദനയാണ് മൈഗ്രെയിൻ. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പമുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ ഇതിനു മുമ്പ് കണ്ട് പരിചയം ഉണ്ടാവും. ടി വിയിലൊക്കെ നിത്യസാന്നിധ്യമാണ് അദ്ദേഹം. ഡോക്ടർ ഫസൽ ഗഫൂർ, MESൻ്റെ പ്രസിഡന്റ്. ഒരുപാട് ബഹുമുഖ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് സ്ഥലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആൾ. പ്രൊഫസർ ഓഫ് ന്യൂറോളജി ഇൻ MES മെഡിക്കൽ കോളേജ്, ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹം അതുപോലെ തന്നെ MESൻ്റെ പ്രസിഡൻ്റാണ്, ഫിലിം ചേംബറിൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഒരു അരമണിക്കൂർ ചിരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഏതായാലും ഡോക്ടർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ വിഷയം മൈഗ്രെയിൻ ആണ്. അപ്പോൾ മൈഗ്രെയിൻ എന്താണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ? മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജനങ്ങളിൽ 5% ആൾക്കാർക്ക് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതേസമയം യാതൊരു വലിയൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാത്ത, പക്ഷേ ഒരു ജീവിതം ദുരിതമാക്കി തീർക്കുന്ന ഒരു സംഭവമാണ് മൈഗ്രെയിൻ. മാസത്തിൽ 2-3 തവണ വരിക, അന്ന് 2-3 ദിവസം കിടപ്പിലാവുക, ഛർദ്ദിക്കുക, ഇരുട്ടടഞ്ഞ് കിടക്കേണ്ടി വരിക, ജനസമ്പർക്കം ഇല്ലാതായി പോവുക. അതായത് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ലോസ്റ്റ് എന്നാണ് അമേരിക്കയിലൊക്കെ കൂട്ടുന്നത്. അമേരിക്കയിൽ 15% ആൾക്കാർക്കുള്ള രോഗമാണ് മൈഗ്രെയിൻ. അത്രയും കൂടുതലാണ് അമേരിക്കയിൽ. ഇന്ത്യയിൽ പിന്നെ ഈ പറഞ്ഞാൽ ബീഹാറിൽ, UP എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് വലുതായിട്ട് ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ ഇവിടെ വന്നിട്ട്. പിന്നെ ഈ ചിന്തിക്കുകയും കൂടുതൽ അതാണ്, ടെൻഷനും മൈഗ്രെയിനായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഒരു സംഭവമാണ് മൈഗ്രെയിൻ. അപ്പോൾ മൈഗ്രെയിൻ അത്രയും കോമൺ ആയിട്ടുള്ള ഒരു രോഗമാണ്. അപ്പോൾ ആ രോഗത്തെ പറ്റിയാണ് നമ്മുടെ ചർച്ച. അതെ, ഈ മൈഗ്രെയിൻ ഇതെന്താണ്? തലവേദനയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനൊരു തലവേദന ഉണ്ടാവുന്നത്? ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇത് നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകളുടെയും രക്തക്കൊള്ളുകളുടെയും പ്രവർത്തനത്തിൽ വരുന്ന ചില ചേഞ്ചുകളുടെ ഭാഗമായിട്ട്, അതായത് തലച്ചോറിൽ നമ്മൾ പറയും ഹോർമോൺ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ന്യൂറോ ട്രാൻസ്മിറ്ററാണത്. അവിടുത്തെ ചില കെമിക്കൽസിലും മറ്റും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. അതിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഉദാഹരണം, ഒരാൾക്ക് എന്തുകൊണ്ട് ഡയബറ്റീസ് ഉണ്ടാവുന്നു, മറ്റേക്ക് ഉണ്ടാവുന്നില്ല, ഒരാൾക്ക് എന്തുകൊണ്ട് ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നു എന്ന ചർച്ചയിലോട്ട് നമ്മൾ പോയാൽ പറ്റൂലല്ലോ. പക്ഷേ അപ്പോൾ അതേമാതിരി തന്നെ ഞങ്ങൾ ഇഡിയോപ്പതിക്ക് എന്ന് പറയും, കാരണമൊന്നുമില്ല, പക്ഷേ കാരണമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കുള്ള മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ മൈഗ്രെയിൻ ആണെന്ന് ആദ്യം നമ്മൾ തെളിയിക്കണമല്ലോ. തെളിയിച്ചാലല്ലേ കാര്യമുള്ളൂ. പലതരമുണ്ട്. ഉദാഹരണമായിട്ട് ഞങ്ങൾക്കൊക്കെ പഴ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ മൈഗ്രെയിൻ എന്ന് വിചാരിച്ചിട്ടുള്ള പേഷ്യൻറ്റ് പിന്നീട് ബ്രെയിൻ ട്യൂമർ ഉണ്ടായിട്ടുണ്ട്. മൈഗ്രെയിൻ നമ്മൾ വിചാരിച്ചിട്ടുള്ള പേഷ്യൻസിന് ജന്മന രക്തക്കൊള്ളകളുടെ വൈകല്യം വന്നിട്ട് രക്തക്കൊള്ളകൾ പൊട്ടി മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ചാടിക്കയറി ഏത് തലവേദനയും, ദൈർഘ്യമുള്ള ഏത് തലവേദനയും മൈഗ്രെയിൻ ആണ് എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അതിന് നമുക്ക് പോസിറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്യാം, നെഗറ്റീവായിട്ട് ഡയഗ്നോസ് ചെയ്യുക. മറ്റുള്ള സാധനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഡയഗ്നോസിലെത്താം. അതേസമയം മൈഗ്രെയിൻ ആണെന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ചില കാഴ്ചയുടെ വ്യത്യാസങ്ങൾ വരിക, അല്ലെങ്കിൽ കൈക്ക് കാലിന് അതിൻ്റെ കൂടെ തെരുപ്പ് അനുഭവപ്പെടുക, ചുണ്ടത്ത് തെരുപ്പ് അനുഭവപ്പെടുക, അതിനെ കൂടെ അപ്പോൾ ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയും, വിത്ത് ഓറ എന്ന് പറഞ്ഞ മൈഗ്രെയിൻ. അപ്പോൾ അത്തരത്തിലുള്ള ഉദാഹരണമായിട്ട് പ്രസിദ്ധരായിട്ടുള്ള ഞാൻ 2 എഴുത്തുകാരെ പേര് പറയാം. ഒന്ന് നമ്മുടെ ലില്ലിപുട്ട് എഴുതിയിട്ടുള്ള, ഗളിവേഴ്സ് ട്രാവൽസ് എഴുതിയിട്ടുള്ള ജോനാഥൻ സ്വിഫ്റ്റ്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കണ്ടിരുന്നതിന് കാരണം അദ്ദേഹത്തിന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ആൾക്കാരൊക്കെ ചെറുതായി കാണുക, കാഴ്ചയിൽ വരുന്ന വ്യത്യാസം, ഒന്നല്ല ആളെ വലുതായിട്ട് കാണാം, കളർഫുള്ളായിട്ട് കാണാം. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് ലില്ലിപുട്ട് അദ്ദേഹം സൃഷ്ടിച്ചു. അതേമാതിരി തന്നെ ലൂയി കരോൾ, നമ്മുടെ ആലിസ് ഇൻ വണ്ടർലാൻഡ്, അതിൽ ഈ ആലിസ് ഒരു ചെറിയൊരു ഗുഹയിലൂടെ അങ്ങനെ പോണായിട്ടൊക്കെയാണല്ലോ കാണുന്നത്. അങ്ങനെ കുറേ ചെറിയ രാജാക്കന്മാരും രാജ്ഞിമാരും, അറിയാലോ കഥ. ആ കഥയിലും അവർക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു പറഞ്ഞു, കാഴ്ചയുടെ വൈകല്യമായിരുന്നു. അപ്പോൾ അതേമാതിരി തന്നെ ഭയങ്കര രസമുണ്ട്. ഏറ്റവും വലിയ പ്രസിദ്ധനായിട്ടുള്ള വിൻസെൻ്റ് വാൻ ഗോഗ്, അദ്ദേഹത്തിൻ്റെ പല സൃഷ്ടികളിലും, എൻ്റെ ഓർമ്മ ശരിയാണ്, സണ്ണി ഡേയ്സിലൊക്കെ ഭയങ്കര കളറാണ്, ഭയങ്കര കളർ. ഈ ഷർട്ടിൻ്റെ കളറായിരുന്നു ഒരു സണ്ണി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് അദ്ദേഹത്തിന് ഈ വിഷ്വൽ ഹാലുസിനേഷൻസുമായിട്ട് ഉണ്ടായിരുന്നു, മൈഗ്രെയിനിൽ ഉണ്ടാകുന്ന. അപ്പോൾ അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സിലോട്ട്. കാരണം ഭയങ്കര വൈവിധ്യമായ നിറങ്ങൾ അദ്ദേഹം കാണാൻ തുടങ്ങി മൈഗ്രെയിൻ. ആ കാലത്ത് ചില ആൾക്കാർ അയാൾക്ക് ഭ്രാന്താണ്, ഭ്രാന്തായിരുന്നില്ല, അദ്ദേഹത്തിനും മൈഗ്രെയിൻ ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അല്ല നമ്മൾ റിട്രോസ്പെക്റ്റീവ്ലി പറയാനുള്ളൂ അവർക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, ചരിത്രം പരിശോധിച്ച് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിത രീതിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് മൈഗ്രെയിൻ. അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ജോലി എടുക്കുന്ന ആൾക്ക് ജോലി എടുക്കാൻ പറ്റില്ല, ശരിക്കും മൈഗ്രെയിൻ അറ്റാക്ക് ഒന്നുമില്ല. അയാൾ അടച്ചു മൂടി ഇരുട്ടാക്കിയിട്ട് റൂമിൽ കിടക്കൽ നടക്കുള്ളൂ, പുറത്തദ്ദേഹത്തിന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല ജോലി. അപ്പോൾ അമേരിക്കയിലെ കഥ ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് അവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ചെന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടംപോലെ വേറെ ഡോക്ടർമാരില്ലേ.
അമേരിക്കയിൽ ഒരു ഡോക്ടർ ജോലിക്ക് എത്തില്ല, അവർ പെട്ട ഒരു റീപ്ലേസ്മെന്റ് അവർക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെ ഒരു അമേരിക്കയിലൊക്കെ ഇത് വളരെ കാര്യപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ നമ്മൾ അതിനത്ര വലിയ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. ഒരു റുട്ടീനായിട്ടുള്ള ഒരു ഡയഗ്നോസിസ്, നമ്മൾ പറയില്ല ബ്രെഡ് ആൻഡ് ബട്ടർ ഡയഗ്നോസിസ് ഓഫ് ദ ന്യൂറോളജിസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു രോഗമാണ് മൈഗ്രെയിൻ. ഈ മൈഗ്രെയിൻ ഇപ്പം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതിലും അത് മുകളിലാണ് അതിന്റെ കാരണങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞു. കൂടുതലും കാരണങ്ങൾ ഐഡന്റിഫൈ ചെയ്യാത്ത കാരണങ്ങളാണ് മൈഗ്രെയിൻ ഉള്ളത്. മൈഗ്രെയിൻ ആണ് എന്ന് നമ്മളിപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, മൈഗ്രെയിൻ ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാവുന്ന തലവേദനകൾ വരെ ഉണ്ടെന്ന്. അപ്പോൾ മൈഗ്രെയിൻ്റെതായ കുറച്ച് സിംറ്റംസ് ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയായിരിക്കും? ഇപ്പോൾ തീർച്ചയായിട്ടും ഫോർ എക്സാമ്പിൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു തുടിക്കുന്ന തരത്തിലുള്ള ഒരു തലവേദന. യൂഷ്വലി മൈഗ്രെയിൻ്റെ തലവേദന അതിനോടുള്ള ചെന്നിക്കുത്ത് എന്ന് പറയും. അത് യൂഷ്വലി ഒരു വൺ സൈഡിൽ, ഒരു 60% കേസിൽ വൺ സൈഡിലാണ് വരിക. ചിലയിടത്ത് അങ്ങോട്ടും ഇപ്പുറത്തും അപ്പുറത്തോട്ട് മാറും, ചിലത്ത് രണ്ട് സൈഡിലും കാണും. പക്ഷെ എന്തായാലും യൂഷ്വലി ഒരു തുടിക്കുന്ന ടൈപ്പ് തലവേദനയാണ്. പുറവശത്ത് ഉണ്ടാവാറുണ്ട്, പക്ഷേ പുറവശത്ത് കൂടുതൽ കാണുന്നില്ല. അത് സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പുരുഷന്മാരൊക്കെ അത്ര ഇരട്ടി സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് പുറത്തു വരിക, ഉദാഹരണമായിട്ട് മാസക്കുളിയുടെ സമയത്ത് പുറത്തു വരിക. അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ, പ്രത്യേകിച്ച് ചീസും ഐസ്ക്രീമും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിച്ചാൽ പെട്ടെന്ന് വരിക. അതേമാതിരി തന്നെ ചിലപ്പോൾ യാത്രയിൽ വരിക, പിടിയില്ലേ അന്ന്. അതേമാതിരി തന്നെ വന്ന മാതിരി തന്നെ ചികിത്സിച്ചാലും ചികിത്സിച്ചില്ലെങ്കിലും 1-2 ദിവസം കൊണ്ട് മാറിപ്പോവുക. പിന്നെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക, ഒരു മാസത്തിൽ 3-4 തവണയൊക്കെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇത് മൈഗ്രെയിൻ ആയിരിക്കാം. പിന്നെ പ്രായം, യൂഷ്വലി മൈഗ്രെയിൻ തുടങ്ങുന്നത് നമ്മുടെ ഈ എന്തോ പറഞ്ഞ ഈസ്ട്രജൻ ഹോർമോൺ, അതായിട്ടൊരു ബന്ധമുണ്ട് ഇതിന്. അപ്പോൾ ഒരു പ്രായത്തിൽ തുടങ്ങുന്നു, ലെറ്റ്സ് ഒരു 15 വയസ്സിൽ തുടങ്ങുന്നു. അതേസമയം മെനോപോസ് അടുക്കുമ്പോൾ അതും കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ചിട്ട് സ്ത്രീകളിൽ, പുരുഷന്മാരില്ല എന്നല്ല, പുരുഷന്മാരിലും മൈഗ്രെയിൻ ഉണ്ട്. അതുപോലെ തന്നെ തെറ്റായ ധാരണയാണ് വയസ്സന്മാരിൽ ഉണ്ടാവില്ല എന്ന്. ഒരു 20% ആൾക്കാർക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും. ഒരു 50 ഇയേഴ്സ് കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും. അതേപോലെ തന്നെ ചെറിയ കുട്ടികളുടെ മൈഗ്രെയിൻ ഉണ്ട്, ചൈൽഡ്ഹുഡ് മൈഗ്രെയിൻ ഉണ്ട്, 5 വയസ്സ് 6 വയസ്സുള്ള മൈഗ്രെയിനും ഉണ്ട്. അപ്പോൾ മൈഗ്രെയിന് വൈഡ് ഒരു സ്പെക്ട്രമുണ്ട്. അപ്പോൾ അപ്പോൾ ഇതിപ്പോൾ ഉദാഹരണം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, എനിക്ക് ആദ്യം തന്നെ തോന്നുന്നു എന്തോ വരാൻ പോകണം ആദ്യത്തെ ദിവസം. പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാഴ്ചക്ക് എന്തോ ഇങ്ങനെ വളരെ കളറുകൾ എൻ്റെ മുന്നിൽ തെറിക്കാൻ തുടിക്കുന്ന മാതിരി വരുന്നു, പലതരത്തിലുള്ള കളറുകൾ വരുന്നു. അതിനുശേഷം എനിക്കൊരു തലവേദന വരുന്നു. തലവേദന വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇരുട്ടത്ത് കിടക്കുന്നു, അതിൻ്റെ ഞാൻ ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ശബ്ദം കേട്ടുകൂടാ മറ്റേ. ആ സമയം ഒരു 2 ദിവസം കൊണ്ട് മാറുന്നു. ഇത് അടിക്കടി ഡോക്ടറെ ഇപ്പോൾ ഒരു 2-3 കൊല്ലമായി. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിലും ഇതുണ്ട്, എൻ്റെ അമ്മക്ക്. അതായത് ഒരു പേരൻറ്റിനുണ്ടെങ്കിൽ 40-50% വരെ ചാൻസ് ഉണ്ട് കുട്ടിക്കുണ്ടാവാൻ. 2 പേരൻസിനുണ്ടെങ്കിൽ ഒരു 70% ചാൻസ് ഉണ്ട്. അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ പറയുന്നത് നമ്മൾ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഇത് മൈഗ്രെയിൻ ആയിരിക്കും എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ടെസ്റ്റിങ്ങിന് പോകില്ല. ഡോക്ടർ നമ്മളിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഡോക്ടർ അവസാനം നിർത്തിയത് മൈഗ്രെയിൻ്റെ കുറച്ച് ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പല കേസിലും നമുക്ക് പരിശോധനകളൊന്നും വേണ്ടി വരില്ല എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഈ പരിശോധന വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. എന്തായാലും തലവേദനയാണ് സിംറ്റം മൈഗ്രെയിൻ ആയതുകൊണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും പരിശോധനകൾ വേണ്ടി വരും. അതേത് സാഹചര്യമാണ്? ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ OP നിന്ന് പരിശോധിക്കുന്നു, ഡോക്ടർ ഫിസിക്കലി പരിശോധിക്കുമ്പോൾ ഒരു 99% മൈഗ്രെയിൻ കേസിൽ ഒന്നും കിട്ടാനുണ്ടാവില്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡോക്ടർ കുടുങ്ങിയില്ലേ, എന്ത് ലക്ഷണം വെച്ചിട്ട് പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞുള്ള ലക്ഷണങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒരുപാട് നമ്മൾ കേട്ട് പേഷ്യൻ്റെ അടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം ഒരുപാട് ടൈം ഹിസ്റ്ററി എന്ന് പറയും, ചരിത്രം കേട്ടതിന് ശേഷം വേണം നമ്മൾ എത്താനായിട്ട്. എന്നിട്ടും നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പേഷ്യൻ്റുള്ള സ്കാനിങ്ങൾ പറഞ്ഞേക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് 2 സ്കാനാണുള്ളൂ, ഒന്ന് CT സ്കാനും MRI സ്കാനും. തുടങ്ങിയ കാലത്തൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ചു CT സ്കാൻ ഉഗ്രനാണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലായി ഒരുപാട് രോഗങ്ങൾ അല്ലേ മൈഗ്രെയിൻ ഹെഡേക്ക് ആയിട്ട് വരുന്നതിൽ നമ്മൾ മിസ് ചെയ്യേണ്ടത് CT സ്കാനിൽ. ഉദാഹരണമായിട്ട് രക്തക്കൊഴലുകൾ പൊട്ടുക, സബാറക്നോയിഡ് ഹെമറേജ് മുറയങ്ങൾ, അത് മിസ് ചെയ്തു പോകുന്നു. അതേമാതിരി തന്നെ രക്തം കല്ലിച്ചു പോകണം, കോർട്ടിക്കൽ വീനസ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ പ്രസവ സമയത്തൊക്കെ കോർട്ടിക്കൽ വീനസ് ത്രോംബോസിസ്. പിന്നെ ചില ട്യൂമറുകൾ, പ്രത്യേകിച്ച് ഇവിടെ പുറവശത്തൊക്കെ ഉള്ള ട്യൂമറുകൾ, അത് ഇപ്പോൾ ഈ തലച്ചോറിൻ്റെ പുറവശം തീരെ സെൻസിറ്റീവ് അല്ല CT സ്കാനിൽ, അത് MRI സ്കാനിൽ മാത്രം കാണുന്നുള്ളൂ. അപ്പോൾ MRI സ്കാൻ ഞാൻ നല്ല ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഉദാഹരണം, ഞാൻ തന്നെ പണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു CT സ്കാൻ എടുത്ത് നോക്കിയിട്ട് ഒരു പേഷ്യൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പേഷ്യൻ്റെ തലവേദന മാറിയില്ല, അതൊരു വേറൊരു ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ആ ഡോക്ടർ ഒരു MRI സ്കാൻ എടുത്തു. അപ്പോൾ പേഷ്യൻ്റ് തന്നെ നല്ലോണം അറിയണമല്ലോ. അപ്പോൾ അയാൾ തിരിച്ചു വന്നിട്ട് മറ്റേ ഞാൻ പോയി കണ്ടിരുന്നു, പക്ഷേ അയാൾ ഈ സ്കാൻ എടുക്കാൻ പറഞ്ഞു, ആ സ്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, എന്തുണ്ടാവാനാ, അതിലൊന്നുമില്ല, പിന്നെ എന്തിനാ വെറുതെ എടുപ്പിച്ചല്ലേ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ CT സ്കാനിൽ കാണാതിരുന്ന ഒരു ട്യൂമർ MRI സ്കാനിൽ കാണുന്നുണ്ട്. അന്നോട്ട് ഞാൻ ഭയങ്കര കോഷ്യസ് ആണ്, ഞാൻ പരിഹസിച്ച് പറഞ്ഞാണല്ലോ ഇത്.
എന്ന് പറഞ്ഞു. അപ്പോൾ MRI സ്കാൻ എത്രയോ സുപ്പീരിയറാണ് CT സ്കാൻ ഇത് വെച്ച് നോക്കുമ്പോൾ മൈഗ്രെയിനിലൊക്കെ. അതേപോലെ തന്നെ വേറൊരു ഗുണമുണ്ട്, ഈ MRI സ്കാനെ സംബന്ധിച്ചിടത്തോളം സൈനസും കാണാൻ നല്ലോണം. അപ്പോൾ പേഷ്യൻറ്റിന് സൈനസൈറ്റിസുമായിട്ടുള്ള രോഗങ്ങളുണ്ട്, അതും കോമൺ ആണ്. തലവേദന സൈനസൈറ്റിസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ നമുക്ക് മൈഗ്രെയിൻ എടുക്കാം, സൈനസൈറ്റിസ് എടുക്കാം. പറയാനൊക്കെ എളുപ്പമാണ്. മൂക്കൊലിപ്പുണ്ടോ, ജലദോഷമുണ്ടോ, പനിയുണ്ടോ, അത് സൈനസൈറ്റിസ് ആണ്. വേറെ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു MESൻ്റെ ഒരു നേതാവ്, അദ്ദേഹം എന്നെ കാണാൻ വന്നു. ഞാൻ ഇതേമാതിരി തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ കേട്ടോടത്തോളം വലിയ സുഖമൊന്നുമില്ല, CT സ്കാൻ എടുക്കുക. അപ്പോൾ ഉടനെ അയാൾ എന്നെ കൈ പിടിച്ചിട്ട്, എൻ്റെ MES കൈ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട ഡോക്ടർ, എനിക്ക് സൈനസൈറ്റിസ് ഉണ്ട്, അത് നമുക്ക് ആദ്യം ചെക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, എന്ന് നിങ്ങൾ പറഞ്ഞ മാതിരി ENT ഡോക്ടറെ പോയി കണ്ടു. ENT ഡോക്ടറെ കണ്ട് അവർ ഇതുമാതിരി മൂക്കൊലിപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, സൈനസൈറ്റിസ് വെറുതെ ഉണ്ടാവും എല്ലാവർക്കും, അതായത് ലക്ഷണമൊന്നും ഇല്ലാതെ, രോഗമില്ലാതെ തന്നെ. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിൽ സൈനസൈറ്റിസ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ ഒരു 10 ദിവസം കഴിഞ്ഞ് എനിക്ക് ഫോൺ കോൾ പറഞ്ഞു, ഇയാൾ ബോധം കെട്ടെടുക്കുന്നു. അവിടെ ഓടിച്ചെന്ന് എൻ്റെ MES ഞാൻ ഓടിച്ചെന്ന് പണ്ട് ഈസ് ഡെഡ്, ബ്രെയിനിൽ ബ്ലഡ് അങ്ങോട്ട് ബ്ലീഡ് ചെയ്ത് പൊട്ടി ഒളിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വി ആർ പ്രാക്ടീസിങ് ഡിഫെൻസീവ് മെഡിസിൻ. കാരണം നമുക്ക് ചീത്തപ്പേരുണ്ടാവുന്ന കാര്യമാണ് ഒരു ഡയഗ്നോസിസ് മിസ് ചെയ്യുന്നവർക്ക്. പിന്നെ ലിറ്റിഗേഷൻ വേറെയും. അപ്പോൾ ആ കാലത്ത് തീർച്ചയായിട്ടും ഡോക്ടർമാരൊക്കെ വളരെ ഡിഫെൻസീവാണ്. അവരിപ്പോൾ മിനിമം ഒരു CT സ്കാൻ പറയും, അല്ലെങ്കിൽ അവർ MRI സ്കാൻ പറയും. അത് എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് മൈഗ്രെയിനിൽ പ്രത്യേകിച്ച്. കാരണം മൈഗ്രെയിനിൽ ഡോക്ടർ പരിശോധിച്ചിട്ടൊന്നും കാണില്ല. നമ്മൾ പറയും ഈ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഉള്ളിൽ നീര് കെട്ടുക, പാപ്പിലഡിമ, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കുക ട്യൂമർ ഉണ്ടാവണം. അതിലൊക്കെ ലേറ്റ് സ്റ്റേജിലാണ്. ആദ്യത്തെ സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. വല്ല രക്തക്കോലിൻ്റെ വൈകല്യം ഉണ്ടോ, ഒരു ട്യൂമർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയം സ്കാനിങ്ങിൻ്റെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് തരാം. 100 സ്കാൻ നമ്മൾ മൈഗ്രെയിനിൽ എടുത്താൽ 2 സ്കാനിൽ ട്യൂമറോ മറ്റോ കാണുന്നുള്ളൂ എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ 98 സ്കാനും നിങ്ങളുടെ അമ്മയടുത്ത ആൾക്കാർ വിചാരിക്കും ഇവർ വെറുതെ എടുപ്പിച്ചാണെന്ന്. ഇവർ വെറുതെ എടുപ്പിക്കുന്ന ആളൊന്നും കാണുന്നില്ലല്ലോ, നെഗറ്റീവ് ആണല്ലോ സ്കാനുകളൊക്കെ എന്ന് പറയും. പക്ഷേ ഇതാണ് എൻ്റെ വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്കാനിങ്ങൊക്കെ ഡോക്ടർമാർ ദുരുദ്ദേശപരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഈ പ്രശ്നം പൊതുജനത്തിനുണ്ട്. അതായത് സ്കാനിങ് പലപ്പോഴും അനാവശ്യമായി ചെയ്യുന്നു എന്നൊരു ധാരണ പേഷ്യൻസിനുണ്ട്. അതിപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും കള്ളന്മാരാണ്, അഴിമതിക്കാരാണ്. എന്തായാലും എല്ലാ ബിൽഡിംഗ് കോൺട്രാക്ടർമാരും സിമെൻറ്റിൽ വെള്ളം ഇത് ചേർക്കുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മളോട് ചോദിച്ചാൽ നമ്മളോട് പറഞ്ഞാൽ ഇപ്പോഴത്തെ ലൈംഗിക അരാജകത്വമാണ് ക്യാമ്പസുകളിൽ, പെണ്ണുമാണ് കൂടെ കുഴഞ്ഞു കളിക്കുന്നത്. ഇതെല്ലാം റോങ് ആയിട്ടുള്ള പബ്ലിക് പെർസെപ്ഷനാണ്. ദ പബ്ലിക് പെർസെപ്ഷൻ ഓഫ് ദ ടൈംസ് എന്ന് പറയും ഞാൻ. ഇതിപ്പോൾ നമ്മളെ മൊത്തം നമ്മളിപ്പോൾ ഒരു വിവാദത്തിൻ്റെ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളാണല്ലോ ചാനലുകാർ, നിങ്ങളാണല്ലോ വിവാദം ഉണ്ടാക്കണം എന്തായാലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും മോശക്കാരാണ്. ആ കൂട്ടത്തിൽ ഞങ്ങളും മോശക്കാരാണ്. ഞങ്ങളും ചില കമ്മീഷനുകൾ വാങ്ങുന്നു, അധ്യാപക നിയമനത്തിലും കമ്മീഷൻ വാങ്ങുന്നു, വിദ്യാർത്ഥികളുടെ അടുത്ത് കോഴ വാങ്ങുന്നു, രാഷ്ട്രീയക്കാരൻ ഞങ്ങളുടെ അടുത്തും കോഴ വാങ്ങുന്നു. മൊത്തത്തിൽ അഴിമതിയുടെ എന്താ പറയുക, സാഗ ഓഫ് കറപ്ഷൻ അവിടെ നടക്കുന്നു. അതിൽപ്പെടുത്തിയാൽ മതി. ഡോക്ടർ, ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് ഇപ്പോൾ ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റ് വന്നു, ഒരു സ്കാൻ ചെയ്തു, മൈഗ്രെയിൻ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പത്തോളജി ഒന്നും ഇല്ലാത്തൊരു തലവേദനയാണെങ്കിൽ മൈഗ്രെയിൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കുകയും കൂടെ ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താ, ട്രീറ്റ്മെൻറ്റ് എന്തായാലും? ആ ട്രീറ്റ്മെൻറ്റ് ഒരു ഗുണമുണ്ട്. ഞങ്ങളൊന്നും വേദനക്കുള്ള മരുന്ന് കൊടുക്കില്ല, ഞങ്ങൾ മൈഗ്രെയിൻ്റെ മരുന്ന് കൊടുക്കുള്ളൂ. വേദന വേറെ വല്ല കാരണം കൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യൂലല്ലോ, അതിന് ഞങ്ങൾ തെറാപ്പറ്റിക് ട്രയൽ എന്ന് പറയും, ഒരു ട്രയൽ. അപ്പോൾ ഞങ്ങൾ ആസ്പിരിൻ കൊടുക്കുന്നില്ല, ഞങ്ങൾ പാരസെറ്റമോൾ കൊടുക്കുന്നില്ല, ഞങ്ങൾ മൈഗ്രെയിൻ്റെ മരുന്നുകൾ കൊടുക്കുന്നു. ഉദാഹരണം പ്രൊപ്രാനോൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്ലുനാറസിൻ മരുന്ന് കൊടുക്കുന്നു. അപ്പോൾ മൈഗ്രെയിന് മാത്രമേ ഫലിക്കുള്ളൂ. അത് ഫലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അപ്പോൾ ഞങ്ങളൊക്കെ എടുക്കുന്ന സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ സ്കാൻ ചെയ്യുന്നില്ല, പരിശോധനയിലൊന്നും കാണുന്നില്ല, ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല ഹിസ്റ്ററിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഈ മരുന്ന് കൊടുക്കുന്നു. ആ മരുന്ന് 1-2 തവണ മാറ്റിയിട്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം വളരെ ക്ലിയർ ആണ്, ഡോക്ടർ കമ്മീഷൻ വേണ്ടി നിൽക്കരുത്. വളരെ വ്യക്തമാണ് അക്കാര്യത്തിൽ. ഡോക്ടർ എന്തെങ്കിലും ചില്ലറ കിട്ടിക്കോട്ടെ, അതിന് ഞാൻ എതിരല്ല, അല്ലേ. പക്ഷേ എല്ലാവരും പിടിച്ച് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി, പണ്ടൊരാൾ കഥ പറഞ്ഞ മാതിരി 100 സ്കാൻ ചെയ്യണം ഡോക്ടർ ഒരു ദിവസം, 99 ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി വേറെ ആരും കിട്ടാനില്ല. അപ്പോൾ ഡോക്ടർ എന്നാൽ എന്നെ തന്നെ ഒന്ന് പിടിച്ച് സ്കാൻ ചെയ്തേക്കാം, എന്നൊരു സമാധാനമല്ലേ, 100 എന്ന് ആ തരത്തിലുള്ള ഫിലോസഫി നമുക്ക് പാടില്ല. ഈ മൈഗ്രെയിൻ തലവേദന വന്നു, നമ്മളത് പരിശോധിക്കാതെ വിടുകയാണെങ്കിൽ അതിന് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? മൈഗ്രെയിൻ അങ്ങനെ മൈഗ്രെയിൻ ആണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻ എന്ത് പറ്റും ചെയ്യും, മൈഗ്രെയിൻ പിന്നെ പതുക്കെ കൂടി ഇതിപ്പോൾ ആഴ്ചയിൽ അല്ല മാസത്തിൽ 2-3 തവണ ഉള്ള അത് എണ്ണം കൂടി ഒന്നല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻ സ്റ്റാറ്റസ് മൈഗ്രോണസ്, അതായത് തുടർച്ചയായിട്ടുള്ള തലവേദന, ചിലപ്പോൾ മണിക്കൂറോളം നിൽക്കുന്ന തലവേദന രോഗം ഭയങ്കര. അല്ലെങ്കിൽ ഇത് ക്രോണിക് ഡെയിലി ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡെയിലി ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറയും, അതിലോട്ട് മാറും. അത് വന്നാൽ പിന്നെ ഇതുമാതിരി ട്രീറ്റ് ചെയ്യാൻ എളുപ്പമല്ല, വളരെ ജീവിതകാലം മുഴുവൻ ദുരിതം, എല്ലാ ദിവസവും ഹെഡ് ഏക്ക്, രാവും പോയാലും ഹെഡ് ഏക്ക് ഡെയിലി ആയി പോകും. മറ്റത് ഞാൻ പറഞ്ഞില്ല 3-4 എപ്പിസോഡല്ലേ ഉണ്ടാവണം ഒരു മാസത്തിൽ. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാതെ വിടുന്നത് ശരിയല്ല, കാരണം അത് പിന്നീട് വേറെ വലുതായിട്ട് കൺവേർട്ട് ചെയ്ത് പോയാൽ അത് വലിയൊരു പ്രോബ്ലമാണ്.
അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഇതിൻ്റെ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റോട് ചിലപ്പോൾ മാറിപ്പോയിരിക്കും. ചിലർക്ക് ഭാഗ്യമില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 50 വയസ്സല്ല മരിക്കാൻ വരെ മൈഗ്രെയിൻ ഉണ്ടാവും. ചില രാഷ്ട്രീയ നേതാക്കന്മാർ ജീവിതകാലം മുഴുവൻ പാർട്ടികൾക്ക് തലവേദനയായി മാറാറില്ലേ, മാറിക്കൊണ്ടിരിക്കണ്ടല്ലോ. അതുമാതിരി എന്തായാലേ ഇതൊരു പെർമനൻറ്റ് തലവേദനയായി. ഭാര്യ ഭർത്താവിന് തലവേദന, ഞാൻ പറഞ്ഞപ്പോൾ തമാശയിൽ വേറെന്ന് പറയാറുണ്ട്, ഭർത്താവ് വരുമ്പോഴാണോ തലവേദന ഗൾഫിൽ നിന്ന്, ഭർത്താവ് പോകുമ്പോഴാണോ തലവേദന, അതാണ് നമുക്കിവിടെ അറിയേണ്ടത്. നമുക്ക് അതിൻ്റെ ഒരു മർമ്മം കണ്ടുപിടിക്കാമല്ലോ, ആ കാര്യം മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഒന്നര പഹന വേഗം പാക്ക് ചെയ്യാമല്ലോ, മുപ്പര് വരുമ്പോഴാണ് ഈ തലവേദന. അപ്പോൾ അതേമാതിരി ആണ് ഈ തലവേദനയുടെ പോക്ക്. ഈ മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു, അതിന് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചില കാര്യങ്ങളിൽ നമ്മൾ ഒഴിവായി നിൽക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ വരാതിരിക്കാൻ നോക്കാമെന്ന് പറയാറുണ്ട്. അല്ല, അങ്ങനെ മൈഗ്രെയിൻ ഓട്ടോമാറ്റിക്കലി പാരമ്പര്യത്തിൽ വരുന്നത് ട്രിഗറിങ് ഫാക്ടർ തീർച്ചയായിട്ടും. ഉദാഹരണമായിട്ട് കൃത്യനിഷ്ഠയുള്ള ജീവിതം, ഭക്ഷണ രീതി കറക്റ്റായിരിക്കണം, ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, പിന്നെ ചില ഫുഡ് ഉണ്ട് നമ്മൾ പറഞ്ഞ ഐസ്ക്രീം, ചീസ്, ഇങ്ങനത്തെ. അത് ഇന്ത്യയിൽ നമുക്കത് കൂടുതലായിട്ട് കാണുന്നില്ല. നമ്മളിവിടെ കൂടുതൽ കാണുന്ന ഒരു ടെൻഷൻ ഓറിയൻറ്റഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെൻഷനാണ് മൈഗ്രെയിൻ്റെ ഏറ്റവും വലിയൊരു ഫ്യൂച്ചർ. നമ്മളുടെ സ്ട്രെസ്സ്. അപ്പം നമ്മൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തെറ്റായ ധാരണയുണ്ട്, ഇത് സൈക്കോളജിക്കൽ സ്ട്രെസ്സാണ്. സൈക്കോളജിക്കലല്ല, ജോലിയുടെ സ്ട്രെസ്സ്, മനസ്സിലായില്ലേ, അങ്ങനത്തെ എന്ത് സ്ട്രെസ്സും ആവാം. മനസ്സിലായേ, ഇപ്പോൾ ഉദാഹരണം ഒരു ഫുട്ബോൾ പ്ലെയർ, ഫുട്ബോളേഴ്സ് മൈഗ്രെയിൻ ഉണ്ട്, കണ്ടമാനം അങ്ങോട്ട് ഫുട്ബോൾ കളിച്ചാൽ തലവേദന പോകും, വീട്ടിലെ. അപ്പോൾ അതേമാതിരി ഒരുപാട് ട്രിഗറിങ് ഫാക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എന്നോട് അഭിപ്രായം ചോദിക്കുന്നത് സ്ട്രെസ്സാണ്. ഡോണ്ട് ബി മിസ്റ്റേക്കൺ ദാറ്റ് ഇറ്റ് ഇസ് സൈക്കോളജിക്കൽ സ്ട്രെസ്. ഇത് സ്ട്രെസ് ഓഫ് ഡേ ടു ഡേ ലൈഫ്. ചിലപ്പോൾ അമിതമായ ആഗ്രഹങ്ങളുടെ സ്ട്രെസ്സും ആവാമല്ലോ, എന്തായാലും കിട്ടിയത് പോരാ എന്നൊരു തോന്നൽ ജീവിതത്തിൽ പലർക്കും ഉണ്ട്. അതും സ്ട്രെസ്സാണ്. അവർക്ക് കൈരളി ചാനലും വാങ്ങണം, പിന്നെ അതിന് പറ്റുമെങ്കിൽ ഇന്ത്യ വിഷൻ വരക്ക് വാങ്ങണം, അതിൻ്റെ അപ്പുറത്തും വരക്ക് വാങ്ങണം. ഇങ്ങനത്തെ ചിന്തയായി കഴിഞ്ഞാൽ പൈസക്കാരന് തോന്നാമല്ലോ അത്. അതൊരു സ്ട്രെസ്സാണല്ലോ. പണം ഉണ്ടാക്കലും സ്ട്രെസ്സാണല്ലോ. അമിതമായ പണം തന്നെ ഒരു സ്ട്രെസ്സാണ്. എനിക്ക് എത്ര പേഷ്യൻ്റ് അറിയാം, അവർക്ക് ആ ലോസിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഇത് തലവേദന വരുന്നത്. സ്ട്രെസ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മൈഗ്രെയിൻ ഇപ്പോൾ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം മൈഗ്രെയിനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഓപ്ഷൻസ്? അപ്പോൾ ഈ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു വൈഡ് ഇതിൽ നിൽക്കുകയാണ്. സ്പെക്ട്രം എന്ന് പറയും നമ്മൾ. ഒരു ഭാഗത്ത് നമ്മൾ കോമൺ മൈഗ്രെയിൻ, പിന്നെ ക്ലാസിക് മൈഗ്രെയിൻ വിത്ത് വിഷ്വൽ സിംറ്റംസ്, ഞാൻ നാവാക്കും. പിന്നെ വി കം ടു ടെൻഷൻ ഹെഡേക്സ്, മസിൽ കൺട്രാക്ഷൻ ഹെഡേക്സ്, പിന്നെ ക്ലസ്റ്റർ ഹെഡേക്സ്. അപ്പോൾ ഇതിലൊക്കെ കുറച്ച് ട്രീറ്റ്മെൻറ്റിൽ പരിശോധന വലിയ കാര്യപ്പെട്ട വ്യത്യാസം ഉണ്ടാവില്ല. ഉദാഹരണം ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ വളരെ റെയറാണ് ക്ലസ്റ്റർ ഹെഡേക്ക്, പക്ഷേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കോമൺ മൈഗ്രെയിൻ ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, അത് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഒരു 80% പേഷ്യൻസിന് ചെറിയ പണത്തിൻ്റെ പൈസ കൊണ്ടുള്ള മരുന്നുകൾക്ക് മാറിപ്പോകുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. മൈഗ്രെയിൻ ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒരു ഫാമിലി വിത്ത് ടിപ്പിക്കൽ മൈഗ്രെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ MRIക്കൊന്നും പോകുന്നില്ല, ഒരു സ്ക്രീനിങ് CT സ്കാൻ എടുക്കുന്നു, ഒരു യങ് ഗേൾ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എന്താ ക്ലിയർ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്കൊരു അറേ ഓഫ് ബീറ്റ ബ്ലോക്കർ എന്ന് പറയും, പ്രോപ്പറാനോട് കൊടുക്കാം ലോങ് ടേം. നമുക്ക് ആ പേഷ്യൻറ്റിന് കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ ഫ്ലുറാൻസ് എന്ന് പറയുന്നത് ലോങ് ടേം കൊടുക്കാം. അതേമാതിരി തന്നെ നമുക്ക് ആ പേഷ്യൻറ്റ് സ്റ്റെമറ്റിൽ, പഴയ സ്റ്റെമറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആൻറ്റി കൺവൾസൻസ് ഗ്രൂപ്പിൽപ്പെട്ട അഭിസ്മാനത്തിന് കൊടുക്കുന്ന മരുന്നുകളുണ്ട്, അതിൽപ്പെട്ട സോഡിയം വാൽപ്രോയേറ്റ് അത് കൊടുക്കുന്നുണ്ട്, ടോപ്പെറമൈറ്റ് കൊടുക്കുന്നുണ്ട്, ഗ്യാബാപ്പിനും കൊടുക്കുന്നുണ്ട്. മൈഗ്രെയിൻ ഇപ്പോൾ ആർമാമെൻറ്റോറിയം എന്ന് പറയില്ല, നമ്മൾ 6 ഉണ്ട്. അതിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 10-12 മരുന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഒരു 90% മൈഗ്രെയിൻ പേഷ്യൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഡയഗ്നോസിസിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ബട്ട് 90% ഓഫ് പേഷ്യൻസിനും വലിയൊരു സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ അങ്ങനെയുണ്ട്. പിന്നെ ഈ ആൻറ്റി ഡിപ്രസൻസ് ഉണ്ട്. കാരണം അതിന് 2 റോളുണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷനെ ട്രീറ്റ് ചെയ്യും. അതിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് അമിട്രിപ്ലിൻ, ഇപ്പോൾ അമിട്രിപ്ലിൻ ആണ്. അമിട്രിപ്ലിൻ, ഫ്ലോക്സെറ്റിൻ, ഇങ്ങനെ മരുന്നുകളുണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്ത് ടൈപ്പ് പേഷ്യൻ്റാണ്. ഇപ്പോൾ ഉദാഹരണം എനിക്ക് ഒരു മൈഗ്രെയിൻ വരികയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് ആൻറ്റി ഡിപ്രസൻ തരേണ്ട ആവശ്യമില്ല. ഞാൻ തീരെ ഡിപ്രസ്ഡ് അല്ല. ഡിപ്രസ്ഡ് ആവേണ്ട ചില സാഹചര്യങ്ങളൊക്കെ എനിക്ക് അതെ ചിലപ്പോൾ എനിക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഡിപ്രസ്ഡ് ആവേണ്ട. എന്നാൽ കൂടി ഞാൻ അങ്ങനെ ഡിപ്രസ്ഡ് ആവുന്ന കൂട്ടില്ല. പക്ഷെ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് നമ്മൾ ചോദിക്കണം ഡിപ്രഷൻ ഉണ്ടോ, ആങ്സൈറ്റി ഉണ്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ENT ഒഫ്തൽമോളജി കോസസ് ഉണ്ടോ, അതെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നോട് അഭിപ്രായം ചോദിക്കുന്നത് പിന്നെ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെ സുഖകരമായ ട്രീറ്റ്മെൻറ്റാണ്. കാരണം പേഷ്യൻറ്റിനോട് ആദ്യം ഒരു മാസത്തേക്ക് മരുന്ന് കഴിക്കാൻ പറയും. പേഷ്യൻ്റ് തിരിച്ചു വരും, അറ്റാക്ക് ഇല്ല ഡോക്ടറെ എന്ന് പറയും. ഇത് പ്രിവെൻഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ്. പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോഴുള്ള സ്പെസിഫിക് മരുന്നുകളുണ്ട്. പണ്ട് കാലത്ത് പാരസെറ്റമോൾ, ആസ്പിരിനൊക്കെ കൊടുത്തിരുന്നത്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗുകളുണ്ട്. ഇപ്പോൾ എർഗട്ടമിൻ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അത് ഓൺലി ഫോർ മൈഗ്രെയിൻ. സുമിട്രിപ്റ്റാൻ മായിട്ടുള്ള മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊക്കെ എഫക്റ്റീവാണ്.
വളരെ റെയറായിട്ട് ഒരു മൈഗ്രെയിൻ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കൊടുത്തിട്ട് IV വരെ മരുന്ന്, ഇതൊക്കെ ഇൻട്രാവീനസ് ആയിട്ട് കിട്ടുന്നുണ്ട് മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കൊടുത്തിട്ടും പിന്നെയും തീരെ ഫലമില്ലാതെ എനിക്കൊക്കെ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ എത്രയോ കൊല്ലത്തെ 10-25 കൊല്ലമായിട്ട് പ്രാക്ടീസിങ് ന്യൂറോളജിസ്റ്റ് എന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെ കൂടി വന്ന ഒരു 5-6 പേഷ്യൻ്റ് ഉണ്ടായിട്ടുള്ളൂ. ഒരു തരത്തിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ഫലിക്കാതിരുന്നിട്ടുള്ളത്. പ്രോബ്ലി ദർ മേ ബി മിസ്ഡയഗ്നോസിസ്, അത് നമുക്ക് പറയാൻ പറ്റൂല. അന്നത്തെ കാലമൊക്കെ അല്ലേ, മനസ്സിലല്ലേ, MRI ഉണ്ട്, പക്ഷെ എന്നാൽ ഇന്നത്തെ MRI അല്ലല്ലോ. എത്ര കാലം ട്രീറ്റ്മെന്റ് തുടരേണ്ടി വരും? സാധാരണഗതിയിൽ ഞങ്ങളുടെയൊക്കെ പോളിസി ഒരു 6 മാസം കൊടുക്കുക. 6 മാസം കൊടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേദനയുടെ മരുന്നല്ല കേട്ടോ, വേദന നമ്മൾ കൊടുക്കണം. മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോൾ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 6 മന്ത്സ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് യൂഷ്വലി ഹാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കുറക്കും മരുന്നുകൾ. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്ന അറ്റ്ലീസ്റ്റ് ഒരു 50% ഓഫ് ദ പേഷ്യൻസ് ആർ ഹാപ്പി. അതല്ലേ അവർ തിരിച്ചു വരേണ്ടതെന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ നോക്കുന്ന മരുന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ വളരെ മുമ്പത്തേതിൽ നിന്ന് കുറഞ്ഞൊരു ഡോസിൽ നമുക്ക് പിന്നെയും കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മൾ എന്താ അഡ്വൈസ് പറയാൻ, എല്ലാ ടെസ്റ്റിങ് കഴിഞ്ഞു നിങ്ങളുടെ എന്തല്ലേ, ഇതാണ് നിങ്ങളുടെ മരുന്ന്, ഉദാഹരണം പ്രോപ്പറാണോ മരുന്ന്, നിങ്ങൾ ആ മരുന്ന് കഴിച്ചു വെച്ചാൽ മതി. നിങ്ങൾ ലോക്കൽ ഡോക്ടറെ കണ്ടേന്ന് മതി. ഇതിനായിട്ട് ഇപ്പോൾ നിങ്ങൾ കാസർഗോഡ് നിന്ന് കോഴിക്കോട് എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് അത് ചിലപ്പോൾ ശരിയല്ല, കാരണം ഫോളോ അപ്പിനെ അത് ബാധിക്കും നമുക്ക്. എന്നാൽ കൂടി പേഷ്യൻ്റെ ഒരു സൗകര്യം കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു 6 months to 1 year ട്രീറ്റ്മെൻറ്റിനുള്ളിൽ മൈഗ്രെയിൻ കൺട്രോൾ. മൈഗ്രെയിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡയബറ്റീസിന് പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. ഹൈപ്പർ ടെൻഷന് പെർമനൻറ്റ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ മൈഗ്രെയിൻ ഒരു ഗുണമുള്ള വെച്ചാൽ ഏജും ഹോർമോൺ ലെവൽസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണം പ്രഗ്നൻ്റ് ആയി എന്ന് വിചാരിച്ചോ, മൈഗ്രെയിൻ ഡിസപ്പിയേഴ്സ്, കാരണം ഈസ്ട്രജൻ ലെവൽ കുറയുന്നതുകൊണ്ട്. അതേസമയം മെൻസ്ട്രേഷൻ സമയത്ത് കൂടുന്നു. അതേമാതിരി തന്നെ മെനോപോസിൻ്റെ ടൈമിൽ മൈഗ്രെയിൻ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതെല്ലാ ഫാക്ടേഴ്സും, പിന്നെ ഇത് മൈഗ്രെയിൻ ആണോ ടെൻഷൻ ഹെഡേക്ക് ആണെന്ന് അറിയില്ലോ. ടെൻഷൻ ഹെഡേക്ക് ആണെങ്കിൽ ടെൻഷൻ ട്രീറ്റ് ചെയ്താൽ പറയുന്നത്, ടെൻഷൻ്റെ ഫാക്ടേഴ്സ് പറയുമ്പോൾ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ ഇത് മാറുന്നു. അപ്പോൾ ഇതൊരു വൈഡ് സ്പെക്ട്രമാണ്. അത് മാത്രമല്ല നമ്മളൊക്കെ ഈ OP എന്ന് പറഞ്ഞ പേഷ്യൻ്റ് കണ്ട 10 മിനിറ്റ് 15 മിനിറ്റാണ്. അമേരിക്കയിലൊക്കെ മൈഗ്രെയിൻ ക്ലിനിക്കിൽ ഇവർക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ചിലവഴിച്ച് എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ലെവലിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവർ എഴുതുന്ന പേപ്പേഴ്സും തിയറികളൊക്കെ ഡിഫറൻ്റ് ആണ് നമ്മളിൽ നിന്ന്. നമ്മളത് പ്രാക്ടിക്കലാണ്. അതെ. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം MES മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ, വളരെ വിശദമായിട്ടും ലളിതമായിട്ടും രസകരമായിട്ടും മൈഗ്രെയിൻ എന്താണെന്നും മൈഗ്രെയിൻ എന്തുകൊണ്ടുണ്ടാകുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, പരിശോധനകൾ എന്തൊക്കെയാണ്, അതുപോലെ മൈഗ്രെയിൻ പോലത്തെ തലവേദനകളുമായി വരുന്ന പേഷ്യൻസിനെ സ്കാൻ ചെയ്യേണ്ടതിൻ്റെ അത്യാവശ്യകത എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യേണ്ട ആവശ്യമുള്ള സ്ഥലത്ത് സ്കാൻ തന്നെ ചെയ്യണം, അതിന് പകരം വെറുതെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.